പവറായിട്ട് നമ്മളൊരു ചലഞ്ചുമായി വന്നിരിക്കുന്നു. എത്ര ദിവസത്തിന് ശേഷം? ഒത്തിരി ദിവസത്തിന് ശേഷം. കാരണം എന്താണ്, നമ്മൾ ബിസിയാണ്. ആരും ബിസിയാണ്? നീ മാത്രം ബിസിയാണ്. ഞാൻ ചെറിയ ബിസിയാണ്. അതെന്തോ ചാച്ചനും ബിസിയാണ്. കുറച്ച് ദിവസമായി ബിസിയായിട്ട്. അപ്പൊ ഇന്നത്തെ ചലഞ്ച് ഞാൻ പറഞ്ഞ തെറ്റ് നിങ്ങൾ പറഞ്ഞു. ഇന്നത്തെ ചലഞ്ച് എന്തര്? വിയർഡ് കോമ്പിനേഷൻ ചലഞ്ച്. നമ്മളിത് എക്സ്പെരിമെന്റ് ആണ് ചെയ്യുന്നത്. ഏതൊക്കെ ഫുഡ് കഴിക്കാം, ഏതൊക്കെ ഫുഡ് കഴിക്കണ്ട നമ്മൾ ഇന്ന് ട്രൈ ചെയ്യും. അപ്പോഴേ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്നത്. ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്യട്ടെ. അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ സാധനം. മിൽക്ക് വേഴ്സസ് സ്പൈസി. അപ്പൊ ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്തിട്ട് കഴിക്കണം. കിണ്ടാനി ആദ്യം ആനിമോൾ അല്ല, മുതിർന്നയാൾ. ജീവിക്കേണ്ട ആവശ്യമുണ്ട്. നാളെ കോളേജിൽ പോകണ്ടല്ലേ? ഫസ്റ്റ് കഴിക്കും. നീ കഴിയും. അബിൻ, അടുത്ത സ്പൂൺ. ഓരോന്നാ ആദ്യം താ. അതേനോ ഒരു സ്പൂണിട്ട് എല്ലാവർക്കും കുറച്ചെടുത്തേ പറ്റൂ. ഫുഡ് ചെറിയൊരു എരിവും എവിടെയൊക്കെയോ ഒരു പാലിന്റെ ഇതും. ഇതിന്റെ കൺസിസ്റ്റൻസി പറയുകയാണെങ്കിൽ നാളെ ബാത്റൂം നല്ല ഫ്ലൂവൻസി ആയിട്ട് പോകും. അറിയാമോ, ആ ക്രീം അങ്ങനെ ഒരുമാതിരി തിന്നണാട്ടെ. അവൻ ഇഷ്ടപ്പെട്ട് ആ ക്രീം ഇല്ല ഒരുമാതിരി. എല്ലാ സാധനത്തിന്റെ കുറച്ച് നമ്മൾ ഈ വലിയ ബൗളിലോട്ട് മാറ്റും. എന്നിട്ട് നമ്മൾ അവസാനം എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാം. വയറിനകത്ത് എല്ലാം മിക്സ് ആവില്ല. ആദ്യം മിക്സ് ആക്കണോ? അടുത്ത സാധനം പോരട്ടെ. അപ്പൊ അടുത്ത സാധനം ഐസ്ക്രീമും പോപ്കോണും. പോപ്കോൺ പിസ്ത ഐസ്ക്രീം ഞാൻ തന്നെ ആയിരിക്കും. അതുകൊണ്ടല്ലേ രണ്ടെണ്ണം എണ്ണ നോക്കണം. അപ്പൊ ഞാൻ തന്നെ തിന്നാം. ലേഡീസ് ഫസ്റ്റ് ഒന്നല്ലേ പ്രമാണം? കഴിക്കും. എടുത്ത് തിന്നോളാം. അച്ഛൻ സ്നേഹം മറ്റുള്ളവർ. നേരത്തത് ഞാൻ തുപ്പിയെങ്കിൽ ഇതിപ്പോ അവള് ഞാൻ കഴിക്കുന്നത് എന്റെ സാധനത്തിന് ഇഷ്ടപ്പെടുന്നു. കൊറിയൻ ഫുഡ് കഴിച്ച് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നു തോന്നുന്നു. കൊറിയൻ ഫുഡല്ല, അത് പറ്റിച്ചാലും കൊടുക്കും. ഞാൻ പറയട്ടാ, പാസ്ത ഫ്ലേവറിൽ നമ്മൾ മറ്റേ പാട്ടി പോലത്തെ സാധനം ഇല്ലേ, ആ സാധനം തിന്നുന്ന പോലെ ഇരിക്കണം. പാസ്ത ഫ്ലേവറിൽ പ്ലാസ്റ്റിക് ഇട്ട് കഴിച്ച പോലെ ഇരിക്കും. ഇതും കുറച്ച് അതിലോട്ട് മാറ്റിയിടാം. കുറച്ച് കൂടുതൽ അങ്ങ് മാറ്റിയിടാം. പാസ്ത ഫ്ലേവർ കോളേജ് പോകണ്ടേ? ഞങ്ങൾക്കാകുമ്പോ കുഴപ്പമില്ല, ബാത്റൂം കൂടെ ഉണ്ട്. അടുത്ത സാധനം അടുത്തതാണ് ഒരു കിഡിലും കോമ്പിനേഷൻ. ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കുറച്ച് ഇതിൽ ഒഴിക്കണം. ഇതെന്താ എല്ലാത്തിലും ഞാനല്ലേ ഫസ്റ്റ്. അബിൻ സ്വന്തമായിട്ട് എടുത്ത് കഴിക്കും. അബിനെല്ലാം സ്വന്തമായിട്ടേ ശീലമുള്ളൂ. നീ എന്റെ അമ്മയാണ്. ചീട്ടം. How dare you to talk like that? വേറെ വല്ല വരും. ഞാൻ തിന്നിട്ട് ഇറങ്ങി പോകുമ്പോ എന്തോ ഇറക്കുന്ന പോലെ ഉണ്ട്. നേരെ കൊണ്ടായി. എന്ത് സൂപ്പർ സാധനം. ഒരു മുട്ടായിനെ പോലെ ഒരു എരിന്റെ അകത്തൊരു കച്ചാ മാംഗോ. അതുപോലത്തെ എന്തൊരു സാധനം അല്ല. അടുത്ത സാധനം ഗൈസ്, ട്രോപ്പിക്കാനോ ഓറിയോ. ജ്യൂസ് മുക്കി കഴിക്കും ഓറിയോ. കണ്ടില്ലേ, 5 minute craft എന്നെ ചതിക്കത്തില്ല. അങ്ങനെ വെച്ചാ പോകത്തില്ലേ? കണ്ട ഒന്നല്ല 5 minute craft. അതിനകത്തിട്ട് കഴിക്കണേ. ഓ മുക്കി എന്നാ കുളിച്ചത്. നീ കുളിച്ചില്ലെങ്കിലും ബിസ്ക്കറ്റ് കുളിപ്പിച്ചല്ലോ, സന്തോഷം. ഈറ്റിംഗ് 1%, കലക്കൽ 99%. എങ്ങനെയുണ്ട്? കൊള്ളാൻ തോന്നുന്നു. സൂപ്പർ, കൊള്ളാം. ഇത് വേർഡ് ചാലഞ്ച് അല്ല, കോമ്പിനേഷൻ ചാലഞ്ച്. മധുരം ആയതുകൊണ്ടാണ്. കൊറോണയിൽ എടുക്കാൻ പറഞ്ഞു. ചലഞ്ചിനകത്ത് എന്ത് വേണം കഴിക്കാം നമുക്ക്. അപ്പ് സംസാരമാണോ നീ സംസാരിക്കുന്നത്? അടുത്ത സാധനം ചോക്കോസ് തൈര്. അതെന്താ ഒരു അർത്ഥം വെച്ചോളൂ സംസാരത്തിനൊക്കെ. തൈര്
ആദ്യം വരുമെന്ന് വിചാരിച്ചു guys. തൈര് നാളെ ഇത് കഞ്ഞിയുടെ കൂടെ എടുക്കാം. അഴുക്ക സ്മെല്ല് കണ്ണപ്പത്താണ്ട മൂക്ക് പൊത്താൻ ആര് കണ്ണ് പത്തിട്ട് മണക്കണം. അപ്പൊ ഇത് അതിനോട് മിക്സ് ചെയ്യുമ്പോ എങ്ങനെയാന്ന് ഇരിക്കും? അത് നിങ്ങൾ ഇപ്പഴേ പറഞ്ഞ ആരും വാള് വെക്കില്ല. ഓൾറെഡി വാള് വെച്ച കിടക്കല്ല. ഒരു സൈഡോട് ഇവനാണ് അന്ന് കുടിച്ചിട്ട് ഫുള്ള് വാള് വെച്ച് ഞാൻ എങ്ങനെ കഴിക്കാണ്ടിരിക്കും? കുടിച്ചിട്ട് വാള് വെച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളെ അച്ഛാ തിന്ന് കളിക്കല്ലേ. ഞാൻ തിന്നായി ഞാൻ തിന്ന് കാറ്റടിക്കുമ്പോ സ്മെല്ല് വരുന്നു. കയ്യിൽ തൈരാവുന്നതായിരിക്കും. എങ്ങനെ കഴിച്ചാലും വാഴ സ്മെല്ല് ഉണ്ടാവും. അത് കഴിച്ചിട്ട് ഗേൾ ഫ്രണ്ട് പോയാൽ മതി. അടുത്ത സാധനം മുന്തിരിയും മയോണൈസും. സെപ്പറേറ്റ് സെപ്പറേറ്റ് കഴിക്കാൻ കൊള്ളാം. ഇതിപ്പോ കുഴിമന്തി മയോണൈസ് ആണെങ്കിൽ എന്താ ചെയ്യാ തൈരിന്റെ സ്മെല്ല് ഇപ്പോഴും ഉണ്ട് കേട്ടോ. തൈരല്ലടാ മയോണൈസ്. ഞങ്ങൾ തിന്നതില്ല. തൈരെടുത്ത് വെച്ചിട്ട് ഞാൻ ഇല്ല, പെട്ടെന്ന് കഴിക്കി അടുത്ത ഷൂട്ട്. കഴിച്ചിട്ട് എക്സസൈസ് ചെയ്യുന്നു. അഭിനയാണെങ്കിൽ കുഴപ്പമില്ല. നാളെ തൃപ്തിയായിട്ട് പോണം. ചേട്ടാ അതുകൊണ്ട് ഈ ചാലഞ്ച് ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കും. ആനി കഴിക്കാത്ത ഞങ്ങൾ കഴിക്കാം. ഒരു സാധനം അവിടെ സൈഡിൽ കിടന്നു അതെടുത്ത് ഞാൻ ഊറ്റി തിന്ന് 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 എന്ത് വാട്. കുഴപ്പമില്ല, വലിയ സീനില്ല. മൈനസ് കുഴപ്പമില്ല. അതിനാണ് ഇത്ര എക്സ്പ്രഷൻ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇതില് മൈനസ് മാത്രം തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. അടുത്ത സാധനം നമ്മൾ അടുത്ത സാധനം കേക്കും പെപ്സിയും. എന്റെ മനസ്സ് പറയുന്നത് ഒരു നല്ലൊരു കോമ്പിനേഷൻ ആയി. പെപ്സി കേക്കുമാ അത് വൈന് കേക്കുവാണെങ്കിൽ പൊളിക്കുമായിരുന്നു. അതിന്റെ ഒരു എഫക്ട് എടുക്കും, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കേക്ക് എടുത്ത് ഈ സാധനം കഴിക്കല് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നതായിരിക്കും. ഒരു സ്പൂൺ രണ്ടുപേരും കഴിക്കണ്ടേ? ഞാൻ കഴിച്ചിട്ട് മതി. ഇങ്ങനെ പറഞ്ഞാൽ ഇവള് കഴിക്കും. എടാ ഇത് ഫൗളാ. ഇതെന്തോന്ന്? ഓ വലിയ പീസ്. മണപ്പിക്കാതെ അങ്ങോട്ട് കഴിക്കടി. അറിയുമോ കഴിക്കുന്നു നീ? അത് നീ അങ്ങനെ കഴിച്ചോണ്ട് ഇങ്ങനെ കഴിക്കും. നല്ല എന്നുവെച്ചാ മധുരം ഉണ്ടല്ലോ. കുറച്ച് ഗ്യാസ്. ഓ നന്നായിട്ടിരിക്കണം. അന്തച്ചാര് പെപ്സി ഭയങ്കര ഇഷ്ടമാണ്. കേക്ക് കഴിയുമ്പോ ഇങ്ങനെ മണപ്പിക്കുന്ന സുഖം മതിയാണ്. കുഴപ്പമില്ല അല്ലേ? ട്രൈ ഒന്നും ഞാനും പറഞ്ഞിട്ടിരിക്കുന്നു. ശരിക്കും നല്ല. നീ എന്തിനാ ആദ്യം ഇങ്ങനെ ഓവറായിട്ട് ഞങ്ങൾ പേടിച്ച്? ഇത് മാറ്റിയൊക്കെ സംസാരിക്കുന്നു. അത് ഞാൻ ആനിത കോള ഞാൻ കണ്ണൂർ കുറച്ച് വഴി നേരത്തെ പറഞ്ഞ വേണ്ടി ഞാൻ യോജിക്കുന്നു. നമ്മുടെ അടുത്ത കോമ്പിനേഷൻ പ്രിങ്കിൾസ് ന്യൂട്ടല്ല. ചോക്ലേറ്റ് പ്രിങ്കിൾസ് കഴിച്ചിട്ടുണ്ടോ? എന്റെ മനസ്സ് പറയണം അങ്ങനെ ആവും തോന്നുന്നു. ഇതങ്ങനെയല്ല പൊട്ടിക്കേണ്ടത്. നമ്മളിത് മുക്കി കഴിക്കാം. മുക്കുകയാണേ ഞാന് അഴുകിയ ന്യൂട്ടൽ കഴിഞ്ഞല്ല മാറിട്ട് കാത്തിരുന്നയാണ്. കൊള്ളാം, സീരിയസ് ആയിട്ട് കൊള്ളാം. എന്താ പറഞ്ഞ തിന്നാനല്ല, എനിക്ക് ബാക്കി വേണം ന്യൂട്ടല്ല. നല്ല സാധനം വന്നാ നമ്മൾ മുതലാകും. കുഴപ്പമില്ല കഴിച്ചു. ചോക്ലേറ്റ് ബിങ്ക് കഴിക്കുന്നുണ്ട്. ലേശം എരിവ്. കൊള്ളായിരുന്നു ഗൈസ്. ഇത് നമ്മൾ അതിലോട്ടിട്ടുണ്ട്, കാരണം നമുക്ക് ഇത് വേസ്റ്റ് ചെയ്യാൻ താല്പര്യം. ഇങ്ങനെ മുക്കിയിടണം. ഇവൻ കമത്തി
ഇല്ല ഇല്ല ഇല്ല, ഞാൻ ചതിക്കത്തില്ല കേസ് നിങ്ങളെ. അപ്പൊ നമ്മുടെ അടുത്ത സാധനമാണ് ഹണിയും റോസും. അയ്യോ അയ്യോ, ഡൊറിറ്റോസ്. റോസും. അതൊന്നും അല്ല. ഹായ് ഹണി. അത് എന്റെ സൗണ്ട് അല്ല, അതിന്റെ ഹണീന്റെ സൗണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെയൊക്കെ അഭിനയിക്കുകയാണെങ്കിൽ ഗോഡ് ലൈഫ് എന്നെ എടുക്കുമായിരുന്നു. ആനയെ തൂക്കിക്കൊണ്ട് നടക്കുന്നു. അവൻ പറഞ്ഞ വെച്ച് നോക്കുമ്പോ അതെന്തോ നല്ലതല്ലേ. കഴിക്കണി അങ്ങോട്ട്. കൊള്ളാടി സീനില്ല. അതറിയാം, ഇവർക്ക് സുഖമില്ലാത്തത് എല്ലാവർക്കും അറിയാം. അതൊരു കാര്യമാക്കുന്നില്ല. വരെ വരെ ഈ സാധനം നമുക്ക് ഒരു എതിരാളിയായി വരുന്നുണ്ട്. പഴകം തോറും വീര്യം കൂടുമെന്നാണ്. ഫസ്റ്റ് നീ തന്നെ കഴിക്കണം അതെല്ലാം. അടുത്ത സാധനം ബിങ്കോയും പീനട്ട് ബട്ടറും. നേരത്തെ കഴിച്ച എരിവൊക്കെ നെഞ്ചിലിരിക്കുന്ന അങ്ങനെ. ഇപ്പൊ ഇറക്കാം നമുക്ക് കുത്തി. ഇത് എരിയാണ്. മുക്കി കഴിക്കാൻ. അങ്ങനെയാണല്ലോ പകുതി ഏറ്. പണി തരുമല്ലോ പറച്ച. ചെടുത്തിരണോ? വേണ്ട, ഓടിയാണ്. അത് വേറെ സൗണ്ട് ആയിരുന്നു. പറയൂ, എന്ത് ടേസ്റ്റ് ആണ് പറയൂ. ഒരു ഫുഡിന്റെ ടേസ്റ്റാ. ഇതിന്റെ ടേസ്റ്റ് എടുക്കണ, പീനട്ട് ബട്ടറിന്റെ ടേസ്റ്റ് എടുക്കണ, പക്ഷെ ഒരു എരി. അത് ഇതിന്റെ കുറച്ചെടുക്കടാ. പീനട്ട് ബട്ടറിന്റെ മധുരമേ വരുന്നില്ല. ഒന്നും കണ്ടില്ല. അങ്ങനത്തെ തന്നെ. പീനട്ട് ബട്ടർ സ്ലോ ടേസ്റ്റ് ആണ്, അപ്പൊ അതിനനുസരിച്ച് വരത്തുള്ളൂ. ഇതൊക്കെ അൺഹെൽത്തി ആണ്, അതുകൊണ്ട് നമ്മൾ അധികം കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് ഇതിട്ടുണ്ട്. എന്നിട്ട് നീ തന്നെ അത് കഴിക്കണം ഫസ്റ്റ്. ഞാൻ എസ്കേപ്പ് ആവണം, എനിക്ക് നാളെ കോളേജിൽ പോകാനുള്ളതാണ്. നല്ല രീതിക്ക് മിക്സ് ചെയ്യാം. ഡിഷ് റെഡി. എല്ലാത്തിലും ആനി ആദ്യം അഭിന് ആനി കളർ കുറച്ച് വേറെ രീതി. കഴിക്കാൻ ധൈര്യമായിട്ട് കഴിക്കും. ഒരു 10-15 ടേസ്റ്റ് അടിക്കുന്ന വായന. ആ ഓർഡറിൽ ഇങ്ങനെ വരാം. കഴിക്കും. ഒരു സ്പൂൺ കഴിക്കണം, നല്ല ടേസ്റ്റ് ഉണ്ട്. പൂച്ചയുടെ അടുത്ത് കളയാൻ വെച്ച് വേറെ ഒന്നും വിചാരിക്കില്ലേ. ഷേക്കിന്റെ മണോടാ. അനന്ത് എങ്ങനെയാണ് വീട്ടിൽ ഷേക്ക് അടിച്ചു പിടിക്കുന്നത്? ഒത്തിരിയൊക്കെ വരുന്നു. ചലഞ്ച് കഴിഞ്ഞിട്ട് പെണ്ണിനെ നന്ദിന ഛർദിച്ചു ഗൈസ്. ആനി കഴിച്ചില്ല ഗൈസ്. പെണ്ണിനെ വിശ്വസിച്ച നമ്മുടെ ജീവിതം പോയി. കണ്ടോ, ഞാൻ മാത്രം കഴിച്ചു. സെർലാക്ക് തരാം. അങ്ങനെ ഈ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. ബൈ പറ. ഓ വെച്ചു, ഞാൻ ഛർദിച്ച് കുറച്ച് അപ്പൊ ഇത് വീട്ടിൽ ആരും ട്രൈ ചെയ്യരുത്. പ്രത്യേകിച്ച് ഇതേപോലെ ഇങ്ങനത്തെ മിക്സും ഷേക്കൊക്കെ അടിക്കരുത്. ആ ശബ്ദത്തിലാണ് ഞങ്ങൾ നീ കഴിക്കണ്ട. മണപ്പിച്ച് നോക്കടാ. ഒരിക്കൽ മണപ്പിച്ച് നോക്കാം. ഇത് അനന്തച്ചാല മണമാണ് ഗൈസ്. റിയൽ മണം. ബാബ പറഞ്ഞു